എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള അവിയലാണ്. അവിയൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പച്ചക്കറികൾ കൊണ്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ബീട്രൂട്ട് മാത്രമിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഈ അവിയൽ ഉണ്ടാക്കിയാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിന് ചെറിയൊരു മധുരമുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം. ബീട്രൂട്ടിന് നല്ല വേവുണ്ട്. ഇനി ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോവരുത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ 3 വിസിലാണ് കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമേ ഒരു പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഒരു 10-15 മിനിറ്റ് നേരം വേവിക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഈ കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം. അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ മീഡിയത്തിലായിരിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് വറ്റിക്കിട്ടട്ടെ. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് എത്ര വെന്താലും നന്നായിട്ട് വെന്തുടഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീട്രൂട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അവിയൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്